Welcome to Electrodynamics 56th lecture, BSc Main Physics, Electrodynamics paper. And now we see series LCR circuit in AC. Series LCR circuit in AC. You remember in DC we have studied a series LCR circuit, growth of charge and decay of charge. And here series LCR circuit in AC. You know the difference. What is the difference between series LCR in DC and AC? Here this is a question. Discuss a series LCR circuit using J operator. Obtain expressions for impedance, current amplitude, phase factor and resonant frequency. That's a question. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അതുപോലെ ട്രാൻഷ്യൻ്റ് കറണ്ടിൽ LCR, ഗ്രോത്ത് ഓഫ് ചാർജ്, ഡീക്കേ ഓഫ് ചാർജ് ഏത് വേണമെങ്കിലും LCR ചോദിക്കാമെന്ന് പറഞ്ഞു. അവിടെ നമ്മൾ പഠിക്കുന്നത് എന്താണ്? അവിടെ ജെ ഓപ്പറേറ്റർ ഒന്നുമില്ല, റെസൊണൻസ് ഒന്നുമില്ല. അവിടെ ഗ്രോത്ത് ആൻഡ് ഡീക്കേ. അവിടെ നമ്മൾ പഠിക്കുന്നത് നോൺ ഓസിലേറ്ററി ചാർജിങ്, ജസ്റ്റ് ഓസിലേറ്ററി ചാർജിങ്, ഓസിലേറ്ററി ചാർജിങ്, അങ്ങനെയൊക്കെ പഠിക്കുന്നത്. എന്നിട്ട് നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്ന രീതിയാണ്. ഒരു 3 കർവൊക്കെ വരച്ച്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പ്രത്യേകം വായിക്കണം. പിന്നെ ഈ ക്വസ്റ്റ്യൻ വായിക്കണം. ഇപ്പോൾ LCRനെയും RLC എന്നൊക്കെ പറയണം. RLC സർക്യൂട്ട്, CLR സർക്യൂട്ട് എന്നൊക്കെ പറയും. അപ്പോൾ LCR എന്ന് എല്ലായ്പ്പോഴും പറയണമെന്നില്ല. ഇനി ആരെങ്കിലും കയറി RLC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റൊന്നുമില്ല കേട്ടോ. RLC അല്ലെങ്കിൽ CLR സർക്യൂട്ട് എന്നൊക്കെ പറയാം. അപ്പം ഇത് AC-യുടെ LCR ആണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ നോക്കേണ്ടത് ജെ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമ്പഡൻസ് പറയുന്നുണ്ട്. അവിടെയൊന്നും ഇമ്പഡൻസ് ഇല്ലല്ലോ. DC-യിൽ ഇമ്പഡൻസ് ഇല്ല. അവിടെ കറണ്ട് ആംപ്ലിറ്റ്യൂഡ് പറയത്തില്ല, ഫേസ് പറയത്തില്ല, റെസൊണന്റ് ഫ്രീക്വൻസി പറയുന്നുണ്ട്. നമ്മൾ ആ 1/2π√LC പറയുന്നുണ്ട്. അതിവിടെയും വരുന്നുണ്ട്. ബാക്കി ഒരുപാട് മാർക്ക് ഡിഫറൻസ് ആണ്. നേരത്തെയുള്ള ക്വസ്റ്റിനും പിന്നെ ട്രാൻഷ്യൻ്റ് കറണ്ടിലെ ക്വസ്റ്റിനും ഇവിടുത്തെ ക്വസ്റ്റിനുമായിട്ട് മാർക്ക് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എക്സാമിനേഷൻ പേപ്പറിൽ, ക്വസ്റ്റ്യൻ പേപ്പറിൽ LCR എന്ന് കാണുമ്പോൾ ശരിക്കും വായിച്ച് നോക്കിയിട്ട് AC ആണോ DC ആണോ എന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യണം. അപ്പോൾ ഇത്രയും പറഞ്ഞു തരുന്നതിൻ്റെ ഗ്രാവിറ്റി നിങ്ങൾക്ക് പിടികിട്ടി കാണും എന്ന് വിചാരിക്കുക. അതായത് ചിലർ എഴുതിയിട്ട് വന്നിട്ട് പറയും എനിക്ക് മാറിപ്പോന്ന് പറയും. അങ്ങനെ മാറിപ്പോകാൻ പാടില്ല. അപ്പോൾ ഇതാണ് സർക്യൂട്ട്, സീരീസ് LCR സർക്യൂട്ട്. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഡൈനാമോയാണ് താഴെ കൊടുക്കുന്നത്. അല്ലാതെ പഴയതുപോലെ ബാറ്ററി അല്ല, ഡൈനാമോ. LCR E=E0 e⁻ is the dynamo voltage, AC alternating voltage applied. So you see, consider a series LCR circuit. വായിക്കാൻ പഠിക്കണം. ഇത് ഒരു ഡിഫറെൻറ്റ് ഹാൻഡ് റൈറ്റിംഗ് ആണ്. Consider a series LCR circuit, CKT circuit ആണ്. Circuit to which an AC EMF E=E0 e⁻ equation number 1 is applied. Let I I0 e⁻, equation number 2. അപ്പോൾ വോൾട്ടേജ് നമ്മൾ E=E0 e⁻ കൊടുത്ത് കറണ്ട് നമ്മൾ അങ്ങ് വിചാരിക്കുക കേട്ടോ. I=I0 e⁻ വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇവിടെ ഫേസ് ഫാക്ടറില്ലേ, ഫേസ് ലാഗില്ലേ, ഫേസ് ലീഡില്ലേ എന്നൊക്കെ വരും. ഇവിടെ ഫേസ് ലാഗുണ്ട്, അല്ലെങ്കിൽ ഫേസ് ലീഡുണ്ട്. പക്ഷേ ആദ്യമേ കാണിക്കണ്ട. നമ്മൾ എഴുതി വരുമ്പോൾ ഫേസ് ഫാക്ടർ 5, അത് π/2 അല്ലെങ്കിൽ -π/2, അതുപോലുള്ള വാല്യൂ 5 തനിയെ വരും. ഈ ജെ ഓപ്പറേറ്ററിൻ്റെ പ്രത്യേകതയാണ്. ഈ ജെ ഓപ്പറേറ്റർ എടുത്ത് കറണ്ട് ഇതുപോലെ എഴുതി നമ്മൾ പ്രൊസീഡ് ചെയ്താൽ, നമ്മൾ കൂടുതൽ സ്റ്റെപ്പിലേക്ക് വന്നാൽ ആ ഫേസ് ഫാക്ടർ താനെ ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത് കാണാം. അതാണ് ജെ ഓപ്പറേറ്ററിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഇപ്പോഴേ ഫേസ് ഫാക്ടർ വിചാരിക്കേണ്ട. നമ്മൾ തിയറി പഠിക്കുന്ന മുറക്ക് ഫേസ് ഫാക്ടർ വന്നുകൊള്ളും. അപ്പോൾ ഇവിടെ നമ്മൾ വോൾട്ടേജും കറണ്ട് ഒരേ രീതിയിലാണ് അസ്യൂം ചെയ്യുന്നത്. ലെറ്റ് I=I0 e⁻t, equation number 2 be the instantaneous current in the circuit. At any instant, the applied voltage can be written as E=VL plus VC plus VR. ഇക്വേഷൻ നമ്പർ 3. ഇത് നമ്മൾ സർക്യൂട്ട് ഇക്വേഷൻ ആണല്ലോ. ഇത് തന്നെയാണ് നമ്മൾ പിന്നെ വേരിയിങ് കറണ്ടിലും പറഞ്ഞത്. നേരത്തെ DC LCRലും പറഞ്ഞത് തന്നെയാണല്ലോ. ആ ഇൻഡക്റ്റൻസിലെ വോൾട്ടേജ്, കപ്പാസിറ്റർ വോൾട്ടേജ്, റെസിസ്റ്റൻസിലെ വോൾട്ടേജ് മുതൽ കൂട്ടുമ്പോൾ നമുക്ക് സപ്ലൈ വോൾട്ടേജ് കിട്ടും. where VL is the voltage drop across inductance, VC is that across the capacitance, and VR is across resistance. ഓരോ വാല്യൂ കൊടുക്കാം കേട്ടോ. VL is J, സ്മോൾ J വേണം കേട്ടോ. സ്മോൾ J, ക്യാപിറ്റൽ ω I എന്ന് കൊടുക്കണേ.
സ്മോൾ ജെ ഓപ്പറേറ്ററാണ്, അവിടെ ക്യാപിറ്റൽ എഴുതി പോയി. ജെ സ്മോൾ ജെ ക്യാപിറ്റൽ എല്ലാണ്, ഒമേഗ ഐ, കാരണം എൽ ഒമേഗ ആണല്ലോ റിയാക്ടൻസ്. റിയാക്ടൻസ് ഇൻറ്റു കറണ്ട് ഈസ് ദ വോൾട്ടേജ്. ഇവിടെ ജെ ഉള്ള റിയാക്ടൻസ് ആണ്, കോംപ്ലക്സ് റിയാക്ടൻസ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ ജെ എൽ ഒമേഗ. അപ്പോൾ ആ ജെ എൽ ഒമേഗ എഴുതുന്നത് ശരിക്കും നോക്കിയേ, ജെ സ്മോൾ ലെറ്റർ എൽ ക്യാപിറ്റൽ ലെറ്റർ ഒമേഗ ഐ ക്യാപിറ്റൽ ഐ. അതാണ്. അപ്പോൾ അതൊന്നൊരു മോഡിഫൈ ഇപ്പുറത്ത് കറക്റ്റ് കാണിച്ചിട്ടുണ്ട്. ഐയുടെ വാല്യൂ I0 e raised to omega t ആണ്. അപ്പോൾ ജെ എൽ ഒമേഗ എൽ ക്യാപിറ്റൽ ജെ എൽ ഒമേഗ I0 e raised to omega t. ഇനി വി സി അത് റിയാക്ടൻസ് ഓഫ് ദി കപ്പാസിറ്റി 1/jc ഒമേഗ ഐ, 1/jc ഒമേഗ ഐ ആണ്. ദാറ്റ് ഈസ് I0 e raised to omega t by jc ഒമേഗ. പിന്നെ വി ആർ അത് RI ആണ്, ആറിൻ്റെ I0 e raised to omega t. അപ്പോൾ ഈ റിയാക്ടൻസിൻ്റെ കാരണമാണ് വോൾട്ടേജ് കേട്ടോ, അല്ലെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ കാരണമാണ് വോൾട്ടേജ്. അങ്ങനെ 3 വോൾട്ടേജ് നമ്മൾ എഴുതി. വി എൽ എന്ന് പറഞ്ഞാൽ ജെ സി ഒമേഗ I0 e raised to j omega t. ബി സി എന്ന് പറഞ്ഞാൽ I0 by jc ഒമേഗ. അതിന് പകരം മൈനസ് ജെ എന്ന് എഴുതിയാലും കുഴപ്പമില്ല, മൈനസ് ജെ I0 by c ഒമേഗ e raised to j omega t എന്നത് ശരിയാണ്. ഇതെല്ലാം നമ്മുടെ ഇക്വേഷൻ 1 സർക്യൂട്ട് ഇക്വേഷൻ കൊടുക്കണം. സർക്യൂട്ട് ഇക്വേഷൻ ഇതെല്ലാം കൊടുക്കുമ്പോൾ E0 e raised to j omega t is equal to JL L capital omega I0 e raised to omega t plus 1/jc omega I0 e raised to omega t plus RI0 e raised to j omega t എന്ന് കിട്ടും. ഓരോ വോൾട്ടേജും കൊടുത്തതാണ്, വി എൽ വി സി വി ആർ എഴുതിയിരിക്കുന്നതാണ്. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഡിവൈഡ് ഡി ക്യാപിറ്റൽ എഴുതണം, ഡിവൈഡിങ് ബൈ ഇ റൈസ് ടു ജെ ഒമേഗ ടി. ഓരോ ടേമിനെയും ഇ റൈസ് ടു ജെ ഒമേഗ ടി കൊണ്ട് ഭാഗിക്കണം. ഡിവൈഡ് ഈച്ച് ടേം ബൈ ഇ റൈസ് ടു ജെ ഒമേഗ ടി. അപ്പം അങ്ങനെ വെട്ടിപ്പോകുമ്പോൾ എൽ എച്ച് എസിൽ E0 ജെ എൽ ക്യാപിറ്റൽ ജെ ഒമേഗ I0 പ്ലസ് 1/jc ഒമേഗ I0 പ്ലസ് RI0 എന്ന് കിട്ടും. ഇപ്പോൾ 1/j മൈനസ് ജെ ആണല്ലോ, ആ സെക്കൻഡ് ടേമിൽ 1/j മൈനസ് ജെ ആണ്. അപ്പോൾ മൈനസ് ചെയ്തിട്ട് നമ്മൾ ജെ പുറത്തേക്ക് എടുക്കണം, അതിനൊപ്പം തന്നെ I0യും പുറത്തേക്ക് എടുക്കണം ആദ്യ 2 ടേമുകളിൽ നിന്ന്. അപ്പോൾ E0 is I0 j ഇൻറ്റു എൽ ഒമേഗ മൈനസ് 1/c ഒമേഗ പ്ലസ് RI0. ഇനി I0 2 ടേമിൽ നിന്ന് I0 പുറത്തേക്ക് എടുക്കണം. I0 is equal to R plus j ഇൻറ്റു എൽ ഒമേഗ മൈനസ് 1/c ഒമേഗ, ദാറ്റ് ഈസ് E0. I0യെ നമ്മൾ കറണ്ട് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും, E0 വോൾട്ടേജ് ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ I0 കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് E0 by R plus j into L omega minus 1/c omega. Equation number 4. Here the term R plus j into L omega minus 1/c omega is called the complex impedance. ഇതിനെ വിളിക്കുന്ന കോംപ്ലക്സ് ഇംപിഡൻസ്. ഈ സ്മോൾ ലെസ് ഇസ് ഗിവൺ ബൈ Z is equal to R square plus L omega minus 1/c omega square the whole raised 1/2. ആ രണ്ടാമത്തെ ബ്രാക്കറ്റ് പുറമേയുള്ള ബ്രാക്കറ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊള്ളാം. സ്ക്വയർ ബ്രാക്കറ്റ് R square പ്ലസ് സിംഗിൾ ബ്രാക്കറ്റ് L omega minus 1/c omega square raised to 1/2. അത് ഒരു ഇക്വേഷൻ നമ്പർ കൊടുക്കണം. ഇക്വേഷൻ നമ്പർ എത്രയാണത്? 5. അങ്ങനെ കൊടുക്കുക. Z is called impedance of the impedance. ആ ഇമ്പഡൻസ് സ്പെല്ലിംഗ് ശരിയാണ് IMPDANC ആണ്. IMPDE അല്ല, DANC, ഇംപിഡാൻസ് എന്നാണ് എഴുതുന്നത്. IMPDANC സ്പെല്ലിംഗ് ശരിക്കും നോട്ട് ചെയ്യണം. ഇവിടെ E ആണ് ഇരിക്കുന്നതാണ്. IMPDANC ഇമ്പഡൻസ് ആൻഡ് ഇറ്റ് ഈസ് മെഷർഡ് ഇൻ ഓം. Therefore current amplitude I0 is E0 by Z. അപ്പോൾ ഇസഡത്തെ ഇമ്പഡൻസ് ആണ്, അതിന് കോംപ്ലക്സ് വാല്യൂ ആണ് R plus j ഇൻറ്റു എൽ ഒമേഗ മൈനസ് 1/c ഒമേഗ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് R square പ്ലസ് എൽ ഒമേഗ മൈനസ് 1/c ഒമേഗ സ്ക്വയർ ഹോൾ റൈസ് ടു 1/2 എന്ന് പറയുന്നത്. ഇമ്പഡൻസ് ഇത് +2 ക്ലാസ്സിൽ പഠിച്ചതാണ്, നിങ്ങൾ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടോ എങ്കിൽ.
ഇസഡ് ഈസ് ആർ സ്ക്വയർ പ്ലസ് എൽ ഒമേഗ മൈനസ് 1/c⍵ സ്ക്വയർ റേസ് ടു 1/2 എന്നുള്ളതാണ്. Therefore, current amplitude I0 is E0 by Z. RMS current I bar is E bar by Z. But I bar is equal to I0 by root 2 ആയിരിക്കും. ആംപ്ലിറ്റ്യൂഡ് ബൈ റൂട്ട് 2 ആണ് കറണ്ട് RMS. ഇനി നമ്മൾ പറയേണ്ടത് ഫേസ് ലാഗാണ്, അല്ലെങ്കിൽ അതിന് ഫേസ് ഫാക്ടർ എഴുതുന്നത്. ഫേസ് ഫാക്ടർ യു ക്യാൻ റൈറ്റ് എസ് ഫേസ് ഫാക്ടർ, എന്നിട്ട് പിന്നീട് ലാഗ് എഴുതിയാലും മതി. ഫേസ് ഫാക്ടർ എഴുതിക്കോളൂ. ഫേസ് ഫാക്ടർ 5. ലാഗിന് പകരം ഫാക്ടർ എന്നുള്ള വാക്കെഴുതുക, എന്നിട്ട് അടിയിൽ നമുക്ക് ചേർക്കാം ലാഗാണെന്നുള്ളത്. ഫേസ് ഫാക്ടർ 5. The complex impedance is Z is equal to R plus J into L omega minus 1/c⍵. This can be expressed in the form Z is equal to modulus Z cos phi plus J sin phi. ഒരു കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് ഫോമിൽ എഴുതാൻ അറിയാമല്ലോ. ഇപ്പോൾ ഒരു കോംപ്ലക്സ് വാല്യൂ റെസിസ്റ്റൻസ് ഒരു R ഉണ്ടെങ്കിൽ R മോഡുലസ് കോസ് തീറ്റ പ്ലസ് J സൈൻ തീറ്റ എന്ന് എഴുതുമല്ലോ. അപ്പോൾ അതുപോലെ ഇസഡിനെ കോംപ്ലക്സ് സംഖ്യയെ നമ്മൾ ഇസഡ് മോഡുലസ് ഇൻറ്റു കോസ് ഫൈ പ്ലസ് ജെ സൈൻ ഫൈ എന്ന് എഴുതാം. ആ മുകളിൽ കാണുന്ന ഇസഡ് ഈസ് ഈക്വൽ ആർ പ്ലസ് ജെ എൽ ഒമേഗ മൈനസ് 1/c⍵ താഴെ കാണുന്ന മോഡൽ എഴുതിയ തെറ്റില്ല. വേർ ഇസഡ് മോഡുലസ് ഈസ് ദ മോഡുലസ് ഓഫ് ഇസഡ്. ഫൈ ഇസ് കോൾഡ് ഫേസ് ഫാക്ടർ. ഫേസ് ലാഗ് എന്ന് വേണ്ട, ഫേസ് ഫാക്ടറിന് ഫേസ് ഫാക്ടർ കറസ്പോണ്ടിങ് ടു ദി അബൌവ് ടു എക്സ്പ്രഷൻസ്. കമ്പയറിങ് ഈ രണ്ട് എക്സ്പ്രഷൻ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാലോ റിയൽ ടൈം ആ റിയൽ വാല്യൂ റിയൽ ആയിട്ടുള്ള ടൈമായിട്ട് ഇക്വേറ്റ് ചെയ്യണം, ഇമാജിനറി വാല്യൂ ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ കമ്പയറിങ് മോഡുലസ് ഇസഡ് കോസ് ഫൈ ഇസ് ആർ, മോഡുലസ് ഇസഡ് സൈൻ ഫൈ ഇസ് എൽ ഒമേഗ മൈനസ് 1/c⍵. ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് സൈൻ ഫൈ ബൈ കോസ് ഫൈ ഈക്വൽ എൽ ഒമേഗ മൈനസ് 1/c⍵ ആർ എന്ന് കിട്ടും. ടാൻ ഫൈ ഇസ് എൽ ഒമേഗ മൈനസ് 1/c⍵r എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 7. ഓർ ഫൈ ഇസ് ടാൻ ഇൻവേഴ്സ് എൽ ഒമേഗ മൈനസ് 1/c⍵r. വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. അപ്പോൾ നോക്കിയേ, നമ്മൾ ഫേസ് ടൈം നേരത്തെ വിചാരിച്ചില്ല. കറണ്ടിൻ്റെയും വോൾട്ടേജിൻ്റെ ഇക്വേഷൻ ഒരുപ്പം എഴുതിയിട്ട് വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ കിട്ടി നോക്കിയേ, ഫേസ് കിട്ടുകയും ചെയ്തു. അതാണ് ജെ ഓപ്പറേറ്ററിൻ്റെ അഡ്വാൻറ്റേജ്. നമ്മൾ വോൾട്ടേജ് ഇക്വേഷനും കറണ്ട് ഇക്വേഷനും ഒരേ രീതിയിൽ വിചാരിച്ച് നമ്മൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ അവസാനം നമുക്ക് ഫൈയുടെ വാല്യൂ ഫേസ് ഫാക്ടറിൻ്റെ വാല്യൂ കിട്ടുകയാണ്. എന്താണ് ഫേസ് ഫാക്ടർ? ഫൈ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എൽ ഒമേഗ മൈനസ് 1/c⍵r. ഇനിയാണ് പറയുന്നത് കേട്ടോ, ഇതാണ് ഫേസ് ഫാക്ടർ 5. ഈ ഫൈ ഇസ് പോസിറ്റീവ്, there is phase lag for the current with the voltage. If phi is negative, there is phase lead. If phi is 0, there is no lag or lead. അതർത്ഥം. ഫൈ പോസിറ്റീവ് ആണെങ്കിൽ ഫേസ് ലാഗ്, ഫൈ നെഗറ്റീവ് ആണെങ്കിൽ ഫേസ് ലീഡ്, ഫൈ 0 ആണെങ്കിൽ ലാഗും ഇല്ല ലീഡും ഇല്ല. ഒരു റെസിസ്റ്റീവ് സർക്യൂട്ടിൽ ഫൈ 0 ആയിരിക്കും. The current in the circuit is given by I0 is E0 by Z. That is I0 is E0 by R square plus L omega minus 1/c⍵ square raised to 1/2. At resonance എന്നുള്ള കാര്യങ്ങൾ പറയട്ടെ. ഹെഡിങ് ഉണ്ട് റെസോണൻസ്. എന്താ റെസോണൻസ്? കാരണം I0 is E0 by R square plus L omega minus 1/c⍵ square is 1/2. At resonance, I0 is maximum. For this, the condition is L omega minus 1/c⍵ is 0. റെസോണൻസിൽ കറണ്ട് മാക്സിമം ആകണം. കറണ്ടിൻ്റെ ഇക്വേഷൻ ആണല്ലോ ഈ ഫ്രാക്ഷൻ. ഒരു ഫ്രാക്ഷൻ മാക്സിമം ആണെങ്കിൽ ഡിനോമിനേറ്റർ ഏറ്റവും കുറവായിരിക്കണം. ഡിനോമിനേറ്റർ കുറവാകുന്നത് L omega minus 1/c⍵ 0 ആകുമ്പോഴാണ്. അതാണ് എഴുതിയിരിക്കുന്നത്. ഡിനോമിനേറ്റർ മിനിമം ആകുന്നത് L omega minus 1/c⍵ 0 ആകുമ്പോഴാണ്. ഓർ L omega is 1/c⍵. That is omega square is 1/LC. Omega is 1/√LC. Omega is 2πf. You know, 2πf is 1/√LC. Therefore, f is 1/2π√LC. This frequency is called resonant frequency f0. f0 എന്ന് വെച്ചാൽ 1/2π√LC ആണ്. Therefore, resonant frequency f0 is 1/2π√LC. Equation number 8.
ഇനി കറണ്ട് വേരിയേഷൻ നമ്മൾ ഗ്രാഫിക്കലായിട്ട് കാണിക്കാറുണ്ട്. ഒരു LCR സർക്യൂട്ടിൽ കറണ്ട് എങ്ങനെ ഫ്രീക്വൻസി വെച്ചു മാറും അത് ഗ്രാഫിക്കലായിട്ട് കാണിക്കാറുണ്ട്. ഈ ഗ്രാഫ് നോക്കുക. എക്സ് ആക്സിൽ ഫ്രീക്വൻസി എടുക്കും, വൈ ആക്സിൽ കറണ്ട് ആംപ്ലിറ്റ്യൂഡ് I0 എന്നുള്ള കറണ്ട് ആംപ്ലിറ്റ്യൂഡ് എടുക്കും. പിന്നെ നമ്മൾ ഓരോ കർവിങ്ങനെ വരച്ചിരിക്കുകയാണ്. ഫ്രീക്വൻസി ഇങ്ങനെ കൂടി വരുമ്പോൾ റെസോണൻറ്റ് ഫ്രീക്വൻസി കറണ്ട് മാക്സിമം. നിങ്ങൾ ഫസ്റ്റ് കർവ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഫ്രീക്വൻസി കൂടുമ്പോൾ കറണ്ട് ആംപ്ലിറ്റ്യൂഡ് കൂടി മാക്സിമം ആവും. പിന്നെ ഫ്രീക്വൻസി കൂടുമ്പോൾ കറണ്ട് ആംപ്ലിറ്റ്യൂഡ് കുറയും. റെസോണൻറ്റ് ഫ്രീക്വൻസിയിൽ കറണ്ട് ആംപ്ലിറ്റ്യൂഡ് മാക്സിമം, പീക്ക്. എല്ലാ ഗ്രാഫും അങ്ങനെ തന്നെയാണ്. പിന്നെ അപ്പോൾ അത് R ഡിപ്പെൻഡാണ്. റെസിസ്റ്റൻസ് R ഡിപ്പെൻഡാണ്. ഹൈ R ആണെങ്കിൽ ചെറിയ പീക്കാണ്, ലോ R ആണെങ്കിൽ വലിയ പീക്കാണ്. ഇനി 0 R ആണെങ്കിൽ ഇൻഫിനിറ്റി പീക്കാണ്, ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പോൾ ഇത്രയും കർവിനെ റെസ്പോൺസ് കർവ് അല്ലെങ്കിൽ റെസോണൻസ് കർവ് എന്ന് പറയും. ഇപ്പോൾ നോക്കൂ, I0 കറണ്ട് ആംപ്ലിറ്റ്യൂഡ്, I0 വിളിക്കുന്ന പേര് കറണ്ട് ആംപ്ലിറ്റ്യൂഡ്. I0 ഡിപ്പെൻഡ്സ് ഓൺ ദി ഫ്രീക്വൻസി ഓഫ് ദി AC സപ്ലൈഡ് in an LCR circuit. At resonant frequency F0, current amplitude is maximum. A graph drawn by taking frequency along the x-axis and current amplitude on the y-axis is called response curve or resonance curve. The shape of the graph will depend on the resistance. ആ ഗ്രാഫിൻ്റെ ഷേപ്പ് ആറിനെ ആശ്രയിച്ചിരിക്കും. If R is 0, current is infinity. On either side of the resonant frequency, current amplitude decreases. അപ്പോൾ അവിടെ ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. വാട്ട്സ് ദി കണ്ടീഷൻ ഫോർ റെസോണൻസ് ഇൻ സീരീസ് LCR സർക്യൂട്ട്? റെസോണൻസിൻ്റെ കണ്ടീഷൻ എന്താണ്? റെസോണൻസിൻ്റെ കണ്ടീഷൻ L omega is 1/C⍵. അതാണ് L omega is 1/C⍵ എന്നുള്ള കണ്ടീഷൻ. അപ്പോൾ ഇതാണ് ഒരു essay ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടൻറ്റ് essay ക്വസ്റ്റ്യൻ. അതിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളോട് പറഞ്ഞതാണ്. എന്താണ് സ്റ്റാർട്ടിങ്ങിലെ ക്വസ്റ്റ്യൻ എന്ന് നോക്കിയേ. ഇതാണ് ക്വസ്റ്റ്യൻ. ഡിസ്കസ് എ സീരീസ് LCR സർക്യൂട്ട് യൂസിങ് J ഓപ്പറേറ്റർ, ഒബ്റ്റൈൻ എക്സ്പ്രഷൻസ് ഫോർ ഇമ്പഡൻസ് Z മനസ്സിലായില്ലേ, Z, കറണ്ട് ആംപ്ലിറ്റ്യൂഡ്, ഫേസ് ഫാക്ടർ ആൻഡ് റെസോണൻറ്റ് ഫ്രീക്വൻസി. റെസോണൻറ്റ് ഫ്രീക്വൻസിയാണ് F0 is 1/2π√LC. That's a essay. This is a very important essay. It is a selection question, so you study well. That is all. Thank you.